പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്നത്തെ ഈ ലൈവ് പ്രോഗ്രാമിൽ ഏറ്റവും സുപ്രധാനമായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മൂല്യനിർണ്ണയ പ്രവർത്തനം, എക്സാമിനേഷൻ പ്രവർത്തനം, പരീക്ഷകൾ ഏതെല്ലാം തരത്തിലാണ് എന്നുള്ള ചില ഏറ്റവും പ്രാധാന്യമേറിയ ചില വിഷയങ്ങളാണ് ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല. ഈ സർവകലാശാലയിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കുണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന കുറച്ച് ചർച്ചകൾ, ഇതൊന്ന് മാറ്റിമറിക്കാൻ വേണ്ടിയാണ്, അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സത്യത്തിൽ നമ്മളുടെ വിദ്യാർത്ഥിനികൾക്ക് ഇപ്പോഴും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്താണ്, ഓൺലൈൻ ലേണിംഗ് എന്താണ് എന്ന് വ്യക്തമായ ധാരണയില്ല. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നതും ഓൺലൈൻ ലേണിംഗ് എന്നുള്ളതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്ന പല സ്വഭാവവുമുണ്ട്. സ്വാഭാവികമായും അഡ്മിഷൻ സമയത്ത് കൃത്യമായി ഇത് മനസ്സിലാകുകയും അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം ആ ഒരു ലേണിംഗ് പീരീഡിൽ പൂർണ്ണമായി ഇവർ ഈ സംശയങ്ങൾ കൊണ്ട് നടന്ന് അവസാനം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന നേരത്ത് തെറ്റായി അപ്ലൈ ചെയ്യുന്ന പ്രവണതകളും ഇതിൻ്റെ ഇടയിൽ ഉണ്ട്. ഇന്ന് തന്നെ 3-4 കേസുകൾ ഇങ്ങനത്തത് വന്നത് കൊണ്ടാണ് ഇന്ന് ഈ വിഷയം ഞാൻ ലൈവ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാമെന്ന് ധരിച്ചതും അതുകൊണ്ട് തന്നെയാണ്. പൊതുവെ കുട്ടികൾ എല്ലാവരും മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ഓൺലൈനിലാണ് ഇഗ്നോ എല്ലാ പ്രോഗ്രാമും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഓൺലൈൻ എന്നുള്ള വാക്കിന് പകരം നമ്മൾ ഇവിടെ പകരം വയ്ക്കാനുള്ള നല്ല ഒരു പദം ഓപ്പൺ എന്ന വാക്കാണ്. ODL മെത്തഡോളജിയിൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തഡോളജി. നമ്മളുടെ നാട്ടിലെ വിദ്യാഭ്യാസ പ്രക്രിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗത വിദ്യാർത്ഥികൾ റെഗുലർ കോളേജുകളിൽ അവർ ഒരു അടയ്ക്കാത്ത അല്ലെങ്കിൽ തുറന്ന ഒരു സന്ദർഭത്തിലാണ് ക്ലാസ്സുകളിലേക്ക് പോകുന്നത്. ഈ തുറന്ന സന്ദർഭം എന്ന് പറയുമ്പോൾ വർക്കിംഗ് ഡേയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വർക്കിംഗ് ഡേയില് ഒരു പർട്ടിക്കുലർ ടൈമില് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ മാത്രമേ അത് ഫങ്ഷൻ ആവുകയുള്ളൂ. അതിന്റെ നേരെ റിവേഴ്സ് എന്ന് നമുക്ക് പറഞ്ഞാൽ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സമയത്തിന് അഥവാ കാലം, ദേശം, ഭാഷ, വർണ്ണം, രാജ്യം, അതിരുകൾ ഇതിനെല്ലാം അപ്പുറത്തായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മഹത്തായ യൂണിവേഴ്സിറ്റിയാണ്. ഇന്നൊരു അവധി ദിവസം നിങ്ങൾക്ക് ഇഗ്നോയിലെ ക്ലാസ്സുകൾ വേണോ? ഇഗ്നോയിലെ ക്ലാസ്സുകൾ കിട്ടും. അതാണ് ഓപ്പൺ, തുറന്നിരിക്കുന്നത്. തമിഴിൽ ചൊല്ലുവതാണ് തിറந்த വെളി, തുറന്ന, നോട്ട് ക്ലോസ്ഡ്. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഓപ്പൺ എന്ന വാക്കിന് അർത്ഥം. നോട്ട് ക്ലോസ്ഡ്, ഇത് അടച്ചിട്ടില്ല, മറിച്ച് ഓപ്പൺ ആണ്. അഡ്മിഷൻ സമയത്ത്, കൗൺസിലിംഗ് സമയത്ത്, അഡ്മിഷനോടനുബന്ധിച്ചുള്ള സംശയത്തിന്റെ സമയത്ത്, അതിന്റെ അസൈൻമെന്റിന്റെ സമയത്ത്, പഠനത്തിന്റെ സമയത്ത്, പഠന പ്രക്രിയയുടെ സമയത്ത്. പഠനം നടക്കുമ്പോൾ ഒറ്റക്കാണെങ്കിലും നടക്കും. പഠന പ്രക്രിയയിൽ വേറെയും ആളുകൾ കൂടിയിരുന്ന് അക്കാഡമിക് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പഠന പ്രക്രിയയുടെ സമയത്ത്, അങ്ങനെ ഉള്ളതിനെ നമുക്ക് വിർച്വലായി തന്നെ ഓൺലൈനിൽ പല മേഖലകളിലൂടെ നമുക്ക് കടന്നു ചെല്ലാം. അതിൽ ഒരു മേഖലയാണ് ഡിജിറ്റൽ ചാനലുകളിലൂടെ നമുക്കുള്ള ഇൻഫർമേഷൻ, സ്വയംപ്രഭ ചാനലുകളിലൂടെയുള്ള വിദ്യാഭ്യാസം. അതുപോലെ തന്നെ യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ, ഓൺലൈനിൽ ക്ലാസ്സുകൾ, ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, ഇതെല്ലാം നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് കിട്ടും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ വീഡിയോ തന്നെ നമ്മൾ ലൈവായി കാണുന്നു. അപ്പൊ അത് ഈ വീഡിയോ തുടങ്ങിയ ആ നിമിഷം മുതൽ ഓരോ പദവും പദാനുപദം കൃത്യമായി ലൈവിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കുമ്പോൾ ആദ്യാനുഭവം നമുക്കുണ്ടാകുന്നു. കാരണം നമ്മളാണ് അതിലെ ആദ്യത്തെ ലേണർ. ഇത് റെക്കോർഡ് ചെയ്ത്
മറ്റൊരു സന്ദർഭത്തിൽ പുനഃസംപ്രേഷണം ചെയ്യുമ്പോൾ ഈ വീഡിയോയിൽ പങ്കെടുക്കാത്തവർ ഈ സന്ദർഭത്തിൽ ലൈവായി കേൾക്കാത്തവർക്ക് മറ്റ് സന്ദർഭങ്ങളിൽ അവിടെ കേട്ട് മനസ്സിലാക്കാം. അവിടെ മനസ്സിലാക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ഗുണവുമുണ്ട്, രണ്ട് തരത്തിലുള്ള ദോഷവുമുണ്ട്. ഇവിടെ ലൈവ് ആണെങ്കിൽ ചാറ്റ് ബോക്സ് ഫ്രീ ആണ്. നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ സംശയങ്ങൾ ചോദിക്കാം. അവിടെയും ചാറ്റ് ബോക്സ് ഉണ്ട്. ലൈവിൽ ടിവിയില് നിങ്ങൾക്ക് യൂട്യൂബിൽ ലൈവ് വീഡിയോ എടുത്ത് ഞാൻ വീണ്ടും പുനഃസംപ്രേഷണം നടത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടാം, ചോദ്യങ്ങൾ ചോദിക്കാം. അത് പിന്നീട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഞാൻ കണ്ടാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റു അഡ്മിന്മാർ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ റിപ്ലൈ തരും. അത് സെക്കൻഡറിയാണ്. ആദ്യാനുഭവം നേരിട്ട് ഇങ്ങോട്ട് ഉണ്ടാകുന്നത് പ്രൈമറി ഡാറ്റ കളക്ഷൻ ആണ്. ആദ്യമായുള്ള ഉൽപ്പന്നമാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിലെ വളരെ വളരെ പ്രിയങ്കരമാണ്. റെഗുലർ കോളേജുകളിലെ അവധി ദിവസങ്ങളിൽ ക്ലാസ്സുകളില്ല. ഇവിടെയാണെങ്കിൽ നമുക്ക് ഏത് സന്ദർഭത്തിലും നമുക്ക് ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ ക്ഷമ എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമേ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം, ഓൺലൈൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഓൺലൈനിലൂടെ മാത്രമേ കിട്ടൂ. നിങ്ങളുടെ ഒരു ചോദ്യം ഓൺലൈനിലൂടെ, നിങ്ങൾക്കുള്ള ഉത്തരം ഓൺലൈനിലൂടെ. പണ്ട് കത്ത് ഇടപാടുകൾ നടത്തി കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ നടത്തിയിരുന്ന അതേ സന്ദർഭത്തിൽ അതേ സംഗതി ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതാണ് ഈ പറഞ്ഞ ഓൺലൈൻ പ്രോഗ്രാം. അപ്പൊ ഓൺലൈനിൽ ട്യൂട്ടർ, ഓൺലൈനിൽ സ്റ്റുഡന്റ്, ഓൺലൈനിൽ ക്ലാസുകൾ, ഓൺലൈനിൽ ചിലപ്പോൾ പരീക്ഷ. കാരണം എന്താണ് ഞാൻ അവിടെ ചിലപ്പോൾ പറഞ്ഞത്? ഇനിയും ഓൺലൈൻ ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള യഥാർത്ഥ പരീക്ഷകൾ എങ്ങനെ വേണമെന്ന് വ്യക്തമായ ഒരു തീരുമാനം UGC എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് കൃത്യമായി താങ്കളെ അറിയിക്കാത്തത്, പറയാത്തത്. ഒരു എഡ്യൂക്കേഷണൽ കൗൺസിലർ എന്നുള്ള നിലക്ക് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് അളന്ന് തൂക്കി മുറിച്ച് കൃത്യതയോടുകൂടി തന്നില്ല എങ്കിൽ ഞാൻ ഒരു വലിയ നഷ്ടക്കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്കുള്ള ലാഭമല്ലട്ടോ ഞാൻ പറയുന്നത്, പൊതുസമൂഹത്തിനുണ്ടാകുന്ന ലാഭക്കുറവ് അഥവാ നഷ്ടമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിലെ വിദ്യാർത്ഥിനികൾ കൃത്യമായി മനസ്സിലാക്കുക, നമ്മൾ ഓപ്പൺ ആണ്, തുറന്നതാണ്, ഏത് സന്ദർഭത്തിലും നമുക്ക് ഉപയോഗിക്കാം, എവിടെ ഇരുന്നും നിങ്ങൾക്ക് കേൾക്കാം. എൻ്റെ ഈ വാക്കുകൾ ഞാൻ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിലെ ഒരു വീട്ടിലിരുന്നോ ഒരു സ്ഥാപനത്തിലിരുന്നോ ഞാൻ ചെയ്യുകയാണെങ്കിൽ പോലും ലോകത്ത് എവിടെയെല്ലാം ഇന്റർനെറ്റ് ആക്സസ് ആകുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങളുടെ വാതിൽ പടിക്കൽ, നിങ്ങളുടെ വിരൽ തുമ്പിൽ എന്നെ ലഭ്യമാണ്. അതാണ് ഈ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തേഡിന്റെ പ്രത്യേകത. അപ്പൊ നമ്മളുടെ വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് പഠന പ്രക്രിയയിൽ ഒന്നാം ഘട്ടത്തിലൂടെ പഠനമെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നമ്മൾ സ്മാർട്ട് ആകേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ പ്രധാന ചിന്താ വിഷയം. അഥവാ ഹൗ ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ എക്സാംസ്. ഐ വിൽ ഗീവ് യു 10 സൈക്കോളജിക്കൽ ടെക്നിക്സ്. ഒരുങ്ങാം നമുക്ക് വളരെ സ്മാർട്ടായി. ഈ വർത്തമാനത്തിന് ഇടയിൽ താങ്കൾക്ക് എന്നോട് ചോദിക്കാം, ചാറ്റ് ബോക്സിൽ താങ്കൾക്ക് ചാറ്റ് ചെയ്യാം, താങ്കൾക്ക് ചോദിക്കാം. താങ്കൾ എന്ത് ചോദിച്ചാലും ഇവിടെ ലൈവായി കാണുന്നു, കേൾക്കുന്നു, നമുക്ക് ഉത്തരം ലൈവായി തന്നെയാണ് മനസ്സിലാകുന്നത്. നേരത്തെ ഒരു വീഡിയോയിൽ MNotes സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് വിർച്വൽ ഇൻഡക്ഷൻ മീറ്റ് നടത്തിയിരുന്നു. ആ വിർച്വൽ ഇൻഡക്ഷൻ മീറ്റിംഗിന്റെ ലിങ്കും ഞാൻ ഇതിനോടൊപ്പം നൽകുന്നു. കൃത്യമായി താങ്കൾ അത് നോക്കി മനസ്സിലാക്കി വെച്ചോളൂ. ഇപ്പോൾ ഇടയ്ക്ക് കുറച്ചു കാലം മുമ്പ് ഇഗ്നോയിലെ ഒരു പ്രത്യേക പഠന കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികൾ അവരെല്ലാവരും സ്വമേധയാ തന്നെ തെറ്റായ ചില ധാരണകൾ വെച്ച് പുലർത്തിയത് മൂല്യനിർണയത്തിൽ വളരെ വലിയ അപാകതയാണ് എന്നുള്ളതാണ്. മൂല്യനിർണയത്തിൽ അപാകതകൾ ഉണ്ട്. ഇഗ്നോയെ പൂർണ്ണമായി ഞാൻ വെള്ളപൂശുകയല്ല. ഏതോ ചില പുഴുക്കുത്തുകൾ വന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഹാക്കേഴ്സ് ചില ഡാറ്റകൾ കരസ്ഥമാക്കുന്നുണ്ട്. പക്ഷെ മൂല്യനിർണയം എന്ന് പറയുന്ന പ്രക്രിയയിൽ
നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ അത് സുബദ്ധമാക്കാൻ, നല്ലതാക്കി മാറ്റാൻ, അത്തരത്തിലുള്ള പരാതി പ്രവാഹം ഒഴിവാക്കാൻ, ഇനി വരുന്ന പരീക്ഷയ്ക്കെങ്കിലും വളരെ നല്ല രൂപത്തിൽ തയ്യാറാകാൻ ചോദിക്കൂ, ഞാൻ പറഞ്ഞു തരാം. താങ്കളുടെ സംശയങ്ങൾക്ക് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ എന്നാൽ കഴിയുന്ന തരത്തിൽ ഞാൻ താങ്കൾക്ക് നിർദ്ദേശങ്ങൾ തരാം. എനിക്ക് താങ്കൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരാം. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുമ്പോൾ, നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങുക എന്നുള്ളത് വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട സംഗതിയാണ്. പൊതുവെ വളരെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണിത്. വളരെ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. പരീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കുറച്ച് സംഗതികളാണ്. ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ വളരെ കൃത്യമായി താങ്കൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ പാസ്സാകാം. 10 സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഇൻഫർമേഷൻസ് ഞാൻ താങ്കൾക്ക് നൽകുന്നു. അതിനോടൊപ്പം ചില ബേസിക് ആയുള്ള ഇൻഫർമേഷനും കൂടി ഞാൻ താങ്കളെ ബോധിപ്പിക്കുകയാണ്. ഇക്കാര്യങ്ങൾ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാർക്ക് താങ്കളുടെ കൂടെ പോരും. നിങ്ങളുടെ ഉത്തരക്കടലാസ് എങ്ങനെയായിരിക്കണം? അറിയാവുന്ന ഉത്തരങ്ങൾ ഉത്തരക്കടലാസിൽ എഴുതി പിടിപ്പിച്ചാലും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് ലഭിച്ചെന്ന് വരില്ല. 100 കണക്കിന് ഉത്തരക്കടലാസുകൾ പരിശോധിക്കുന്ന അധ്യാപകരുടെ മുൻപിലേക്ക് നിങ്ങളുടെ പേപ്പർ എത്തുമ്പോൾ അത് എങ്ങനെ ആയിരിക്കും നമ്മൾ അറിഞ്ഞിരിക്കണം. ചെറിയ ഒരു അശ്രദ്ധയായിരിക്കും ചിലപ്പോൾ നിർണായകമായ താങ്കളുടെ മാർക്കുകൾ നഷ്ടപ്പെടുത്തുന്നത്. 10ാം ക്ലാസ്, 12ാം ക്ലാസ്, ഡിഗ്രി, PG തുടങ്ങിയ പല പരീക്ഷകളും നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. ഈ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ താങ്കൾക്ക് ഉണ്ടാകുന്ന പഠനാനുഭവം, താങ്കൾ നേരത്തെ മനസ്സിലാക്കിയ പഠനാനുഭവം, ഉത്തരക്കടലാസ് പരിശോധിക്കുന്ന അധ്യാപകർ നിങ്ങളുടെ പഠനാനുഭവം അവസാനം ആ ഒരു ക്ലിപ്തപ്പെടുത്തിയ സമയത്താണ് മനസ്സിലാക്കുന്നത്. അത് നിങ്ങളുടെ പേപ്പർ പൂർണ്ണമായി നോക്കുമ്പോൾ ചിലപ്പോൾ അലോസരമുണ്ടാകാത്ത തരത്തിൽ വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ. നിങ്ങൾക്കറിയാം കാര്യങ്ങൾ എന്താണ് എന്ന് വളരെ നല്ല രീതിയിൽ താങ്കൾക്ക് അറിയാം. താങ്കൾക്ക് അറിയാവുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകണം. അഥവാ ഉത്തരക്കടലാസിൽ ഉത്തരം നോക്കി നിങ്ങൾക്ക് മാർക്ക് തരാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങൾ എഴുതി പിടിപ്പിച്ചത് അങ്ങേരെ ആകർഷിക്കുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ടായിരിക്കണം താങ്കളുടെ ഉത്തരം. നിങ്ങൾ 3 കൊല്ലം പഠിച്ച ഒരു സംഗതി അവസാനത്തെ വർഷത്തെ പരീക്ഷയിൽ ആ ഒരു 2 മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിൽ എഴുതി പിടിപ്പിക്കുകയാണ്. 3 കൊല്ലം പഠിച്ചിട്ടുള്ള ആ ആശയം പെട്ടെന്ന് ആ 3ാമത്തെ കൊല്ലത്തിൽ ഉണ്ടായതല്ല. 1ാം ക്ലാസ് മുതൽ പഠിച്ചതെല്ലാമാണ് നമ്മൾ ഓർത്തു വയ്ക്കുന്നത്. അതെല്ലാം ഇന്റഗ്രേറ്റഡ് ആണ്, പരസ്പരം കൂടി പിണഞ്ഞു കിടക്കുകയാണ്. ആ കൂടിപ്പിണഞ്ഞ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ അറിവ് എന്ന് പറയുന്ന യഥാർത്ഥ സംഗതിയെ താങ്കൾ അക്ഷരത്തിലൂടെ എഴുതി പിടിപ്പിച്ച് അത് മറ്റൊരാൾക്ക് ബോധ്യപ്പെട്ട് എന്നിട്ട് അയാൾ തരുന്ന മാർക്കാണ് താങ്കൾക്ക് കിട്ടുന്ന യഥാർത്ഥ മാർക്ക്. ആ മാർക്കാണ് താങ്കളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന സംഗതി. അങ്ങനെ ജീവിതം മാറ്റിമറിക്കുമ്പോൾ നിങ്ങളുടെ മാർക്കുകൾ എത്രത്തോളം വളരെ ഏബിൾ ഉള്ളതായിരിക്കണം, എത്രത്തോളം ഖനമുള്ളതായിരിക്കണം, എത്രത്തോളം ഗാംഭീര്യമുള്ളതായിരിക്കണം. അങ്ങനെയുള്ള പിടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബോൾഡ് ലെറ്ററിൽ എഴുതി വെക്കണം എന്നല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആശയങ്ങൾ ക്ലിപ്തം കോംപ്രിഹെൻസ്ഡ് ലിമിറ്റഡായി ഭംഗിയായി എഴുതി പൂർത്തിയാക്കി ഫലിപ്പിക്കാൻ കഴിയണം. ചെറിയ ഒരു അശ്രദ്ധയായിരിക്കും ചിലപ്പോൾ നിർണായകമായ മാർക്കുകൾ നഷ്ടപ്പെടുത്തുക. കയ്യക്ഷരം മുതൽ ഉത്തരത്തിന്റെ ഘടനയിൽ വരെ നിങ്ങൾ പലതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉത്തരക്കടലാസ് പരിശോധിക്കുന്ന അധ്യാപകർക്ക് നിങ്ങളുടെ പേപ്പർ നോക്കുമ്പോൾ ഒരു കാരണവശാലും അലോസരമുണ്ടാവരുത്. മനോഹരമായ ഒരു ഉത്തരക്കടലാസ് എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിഷയം ഏതായാലും ഹെഡിങ്ങുകളും സബ് ഹെഡിങ്ങുകളും അടിവരയിട്ട് നമ്മൾ വളരെ ഭംഗിയാക്കി എഴുതുക.
ഒരു പരീക്ഷയ്ക്ക് നമ്മൾ എഴുതുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കുറിക്ക് ഒരു പാരഗ്രാഫ് പോലെ വലിയ വലിയ പാരഗ്രാഫായിട്ട് എഴുതരുത്. ചെറിയ 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 കഷ്ണങ്ങളായി ഇടക്കിടക്ക് നല്ല ഗ്യാപ്പ് കൊടുത്ത് നമ്മൾ തിങ്ങി നിറഞ്ഞ ഒരു ടൗണില് ഒരു സംഗതി കണ്ടുപിടിക്കാൻ എത്ര പാടാണ്. അതേ നേരം കുറച്ച് വിശാലമായ ഒരു ടൗൺ ആണെങ്കിലോ അവിടെ നമ്മളുടെ ഉദ്ദേശിക്കുന്നത് കണ്ടുപിടിക്കാൻ എത്ര എളുപ്പമാണ്. ഒരു ATM അന്വേഷിച്ച് ഒരു ടൗണിന്റെ അകത്തേക്ക് പോകുമ്പോൾ, ഗല്ലികളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭ്രാന്തിന്റെ അങ്ങേയറ്റം പിടിക്കും. പക്ഷെ ഇത്തിരി വിശാലമായ ഒരു സ്ഥലമൊക്കെയാണ് എങ്കിൽ, അങ്ങനെയുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ എന്തിനും ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകുന്നത് നല്ലതാണ്. അത് ഏത് വിഷയമായിക്കോട്ടെ, വിഷയം ഏതായാലും ഹെഡിങ്ങുകൾക്കും സബ് ഹെഡിങ്ങുകൾക്കും അടിവരയിടുന്നത് നല്ലതായിരിക്കും. കൂടുതൽ ആകർഷകമാക്കുന്നതിന് പുറമെ അത് ശ്രദ്ധ പിടിച്ചു പറ്റാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേന കൊണ്ട് എഴുതുമ്പോൾ അണ്ടർലൈനിന് ചുവന്ന മഷിയോ പച്ച മഷിയോ വയലറ്റ് മഷിയോ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. രണ്ട് പുറത്തിലും എഴുതുമ്പോൾ മറ്റേ പുറത്തിൽ അത് ഫലിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. കറുപ്പിൽ മാത്രമേ എഴുതാവൂ, നീലയിൽ മാത്രമേ എഴുതാവൂ എന്നില്ല. പൊതുവെ നമ്മൾ മാർക്കിടാൻ റെഡാണ് യൂസ് ചെയ്യുന്നത്. അത് അങ്ങനെ ശീലിച്ചു പോയി നമ്മൾ. അപ്പൊ നിങ്ങളുടെ ഹെഡിങ്ങുകളിലെല്ലാം എഴുതുന്നത് വേണമെങ്കിൽ ബുള്ളറ്റൊക്കെ കൊടുത്ത് ഭംഗിയായി താങ്കൾക്ക് ഹെഡിങ് കൊടുക്കാം. അതിൽ നല്ല രൂപത്തിൽ പെൻസിൽ കൊണ്ട് അടിവരയിടാം, അല്ലെങ്കിൽ ചുവന്ന മഷി കൊണ്ട് അടിവരയിടാം. ഹെഡിങ്ങുകളും അതുപോലെ തന്നെ സബ് ഹെഡിങ്ങുകളും വളരെ നല്ല രീതിയിൽ ചെയ്തു വെക്കുക. പുറമെ വേഗത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അത് വളരെയേറെ സഹായിക്കും. മാത്രമല്ല ഉത്തരക്കടലാസ് അധ്യാപകർക്ക് എളുപ്പത്തിൽ പോയിന്റുകൾ കാണാനും അത് സാധിക്കും. ചിലർ ഓടിപ്പോയിക്കൊണ്ടിരിക്കും. ജമ്പിങ് റീഡിങ്ങിലൂടെയാണ് ഞാനൊക്കെ വരുന്നത്. ഞാൻ കഴിഞ്ഞ 31 കൊല്ലത്തെ അധ്യാപന ജീവിതത്തിലെ ഇഷ്ടംപോലെ പേപ്പർ വാല്യുവേഷൻ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. 300-ൽ കൂടുതൽ അധ്യാപകർ വന്ന് ഒരു ദിവസം ഓരോരുത്തരും 26 പേപ്പർ വീതം നോക്കുമ്പോൾ എത്രയായിരിക്കും? 4000-ഓളം പേപ്പറുകളെല്ലാം തന്നെ 4000, 5000 പേപ്പറുകൾ ഒരു ദിവസം മൂല്യനിർണ്ണയം നടത്തുന്ന ക്യാമ്പ് കോർഡിനേറ്ററായി പ്രവർത്തിച്ചിട്ടുള്ള അനുഭവമുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ. അത്തരത്തിലുള്ള ക്യാമ്പുകളിലൂടെ വേണം ഇഗ്നോയുടെയും പരീക്ഷയ്ക്ക് മൂല്യനിർണ്ണയം നടത്തേണ്ടത് എന്ന് ഞാൻ പൊതുവേദികളിൽ, പ്രത്യേകിച്ച് എൻ്റെ ആ മാർക്കിൽ പ്രശ്നമുള്ള കുട്ടികളോട് ഞാൻ വളരെ സ്നേഹപുരസരം അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചുരുക്കത്തിൽ ഉത്തരക്കടലാസുകളിലെ ആ ഉത്തരങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മാർക്ക് ഇട്ടുക. അങ്ങനെ ചെയ്യണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നേരത്തെ അത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഒരു 2-3 മോക്ക് എക്സാം നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളവരായിരിക്കണം. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 3 കൊല്ലത്തിൽ ഞാൻ ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതത്തിലായിരുന്നു, അതുകൊണ്ട് പരീക്ഷയുടെ ആ 1 മണിക്കൂർ മുമ്പ് മാത്രം ഞാൻ വായിച്ചു, ആ 1 മണിക്കൂർ ശേഷം ഞാൻ അത് എഴുതുന്നു. 1/2 മണിക്കൂർ മുമ്പ് 1 മണിക്കൂർ മുമ്പ് വായിച്ചിട്ട് എന്ത് പിടിപ്പിക്കാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1 കൊല്ലം കഴിഞ്ഞിട്ട് പ്രയോഗിക്കാനുള്ളതാണ് എങ്കിൽ ഈ പറയുന്ന അനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ചോദ്യ പേപ്പർ മുന്നിൽ കയ്യിൽ കിട്ടുമ്പോൾ പരീക്ഷ ഹാളില് ഉത്തരം താനെ അങ്ങ് പോരും. വളരെ മനോഹരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇത് ആദ്യമായിട്ട് പരീക്ഷാ ഹാളിൽ വെച്ച് ആദ്യമായി പരീക്ഷ എഴുതുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ആകെ തെറ്റുകളുടെ കൂമ്പാരമായിരിക്കും. ഒരു 4-5 പരീക്ഷ എഴുതിയിരിക്കണം അതേ വിഷയം. നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാർക്ക് ലിസ്റ്റിൽ മാർക്കുകളാക്കി ക്രമപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. 1 മാർക്ക് കിട്ടാൻ വളരെ കഷ്ടപ്പെടേണ്ടതുണ്ട്. 50% മാർക്ക് വളരെ എളുപ്പത്തിൽ ഒരു ആവറേജ് സ്റ്റുഡന്റിന് വാങ്ങിക്കാൻ പറ്റും. 50 കഴിഞ്ഞുള്ള ആ 55-ാമത്തെ മാർക്ക് കിട്ടാൻ നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ അത്രയും പ്രയോഗിച്ചാലേ ആ അവസാനത്തെ 5 മാർക്ക് കൂടുതൽ കിട്ടുകയുള്ളൂ. ആ 55 കിട്ടിയ ഒരു വ്യക്തിക്ക് 60-ലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള സംഗതികളുടെ 2 ഇരട്ടി ഇനിയും സമയം കണ്ടെത്തിയാലേ താങ്കൾക്ക് കൂടുതൽ കൂടുതൽ പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ. ചുരുക്കത്തിൽ ഓരോന്നും അതിരുകൾ നിശ്ചയിച്ച് അടിവരയിട്ട് മനോഹരമായി ഹെഡിങ്ങുകളും സബ് ഹെഡിങ്ങുകളും എഴുതുക. അതുപോലെ തന്നെ ഉത്തരക്കടലാസിന്റെ വലതുഭാഗത്തായി 2 ഇഞ്ച് വിട്ട് ബോർഡർ ലൈൻ വരയ്ക്കണം. സാധാരണ ആരും ചെയ്യാറില്ല, ആരും ചെയ്യാത്ത സംഗതിയാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. സപ്പോസ് നമ്മൾ ഒരു പരീക്ഷ എഴുതുന്ന ഒരു പേപ്പർ ഇതാണ് എന്നിരിക്കട്ടെ. എല്ലാ പേപ്പറിലും ഈ 2 വലതുഭാഗം, ഈ വലതുഭാഗത്ത് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടോളൂ.
2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടോളൂ. ഇവിടെ ഉത്തരം ഇങ്ങനെ എഴുതൂ. ഇവിടെ മാർജിൻ നിങ്ങൾക്ക് വരും. ഇഗ്നോയിലെ ബുക്കുകളിലെല്ലാം തന്നെ പ്രിന്റ് ആയിട്ടാണ് വരിക. ലൈൻ ഇട്ടിട്ടുണ്ടാവും. ഒരു ബുക്ക്ലെറ്റ് ആണ് ഈ തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗത്ത് റഫ് വർക്കുകൾ ചെയ്യാനുള്ള ഗ്യാപ്പുകൾ കൊടുക്കാം. പേപ്പർ കിട്ടിയ ഉടനെ തന്നെ ആ പേപ്പറിനെ മൊത്തം ഒന്നിങ്ങനെ മടക്കുക. മൊത്തം ഇങ്ങനെ മടക്കിയാൽ നിങ്ങൾക്ക് ഹെഡിങ്, നിങ്ങൾക്ക് മാർജിൻ പോലെയായി. അപ്പൊ ഇവിടെ നമുക്ക് റഫ് വർക്കുകൾ വളരെ ഭംഗിയായിട്ട്, അപ്പൊ അതിന് അതിരുകൾ കൃത്യമായി നിശ്ചയിക്കണം. ഉത്തരക്കടലാസിന്റെ വലതു ഭാഗത്തെ 2 ഇഞ്ച് വിട്ട് ബോർഡർ ലൈൻ വരയ്ക്കാം. ഇത് റഫ് വർക്കുകൾ ചെയ്യാനുള്ള സ്ഥലമാണ്. കണക്കിന്, കെമിസ്ട്രിക്ക്, ഫിസിക്സിന്, എക്കണോമിക്സിന്, ചിലപ്പോൾ മ്യൂസിക്കിനടക്കം ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ എഴുതി പിടിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും, സഹായകരമാവും. പേപ്പറിന്റെ പല ഭാഗങ്ങളിലായി കണക്കുകൾ ചെയ്ത് നോക്കുന്നതിലും നല്ലതാണ് ഈ ഒരു ഭാഗത്ത് മാത്രമായി കണക്കുകൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്തു വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായ ചിത്രങ്ങളും ചാർട്ടുകളും നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങളെ പിന്തുണയ്ക്കുന്ന തരത്തിലെ ചിത്രങ്ങളോ ചാർട്ടുകളോ ഗ്രാഫുകളോ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഉറപ്പായും അവ ഉൾപ്പെടുത്തുക. ഇതിലൂടെ ആ ഉത്തരത്തിൽ നിങ്ങൾക്ക് അവഗാഹം എത്രത്തോളമാണെന്ന് അധ്യാപകർക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. എന്നാൽ ഉത്തരവുമായി ബന്ധമില്ലാത്ത ചിത്രങ്ങളോ ചാർട്ടുകളോ ഉൾപ്പെടുത്തിയാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബുള്ളറ്റുകൾ കൊടുത്ത് അല്ലെങ്കിൽ ചില പ്രത്യേക മാർക്കുകൾ കൊടുത്ത് പോയിന്റുകളാക്കാം. നീണ്ട ഒരു ഉപന്യാസം വായിച്ചു പോകുന്നതിനേക്കാൾ നല്ലത്, ഏറ്റവും നല്ലത്, നീണ്ട ഉപന്യാസങ്ങൾക്ക് പകരം നമുക്ക് ചെറിയ ചെറിയ പോയിന്റുകളാക്കി മാറ്റാം. ഞാൻ അതിനെപ്പറ്റി ഒന്ന് ആഴത്തിൽ ഞാൻ താങ്കളോട് പറഞ്ഞു തരാം, എങ്ങനെയാണ് ഈ പോയിന്റുകളാക്കിയിട്ട് നിശ്ചയിക്കുക എന്നുള്ളത്. പോയിന്റുകളായി നിശ്ചയിക്കുന്ന കാര്യം, സപ്പോസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയൻസ്. നിങ്ങൾ എല്ലാവരെയും ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ലൈവ് വീഡിയോയിൽ പഠിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഉത്തരം പറയും. ഈ ചാറ്റ് ബോക്സിൽ നിങ്ങൾ ഉത്തരം നിർബന്ധമായും പറഞ്ഞിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. 8ാം ക്ലാസ് മുതൽ നമ്മൾ അത് പഠിക്കുന്നു. സാംഖ്യികം എന്നുള്ള രൂപത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പഠിക്കുന്നു. ഡിഗ്രിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നു, PGക്കും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നു, എക്കണോമിക്സിന്, കൊമേഴ്സിന്, MBAക്ക്, MCAക്ക്, MSc മാത്സിന്, സ്റ്റാറ്റിസ്റ്റിക്സിന്, ഫിസിക്സിന്, ജിയോഗ്രഫിക്ക്, PhDക്ക് അടക്കം എല്ലാറ്റിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ 1 മിനിറ്റിൽ ഞാൻ താങ്കളെ പറയിപ്പിക്കാം. ഇതിന്റെ അകത്ത് ഇപ്പോൾ 4 പേരെ ഉള്ളൂ എങ്കിലും എല്ലാവരും നമുക്ക് കൃത്യമായി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ ഇപ്പൊ പറയും. അത് നിങ്ങൾ പ്രയോഗിക്കൂ. പക്ഷെ അവസാന നിമിഷത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അയ്യോ എന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു പോയാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദി സയൻസ് which deals with. Statistics is the science which deals with. പറഞ്ഞോളൂ, നിങ്ങൾ മനസ്സുകൊണ്ട് പറഞ്ഞോളൂ. ഇതെന്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ കോമാളിത്തരം കാണിക്കുന്നത് ലൈവ് വീഡിയോയിൽ വന്ന്? നിങ്ങൾ വിചാരിച്ചോ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയൻസ് which deals with COPAI. Statistics is the science which deals with C. Statistics is the science which deals with O. Statistics is the science which deals with P. Statistics is the science which deals with A. Statistics is the science which deals with I. Chat box il ariyam കഴിയാവുന്നവരെ എഴുതിക്കോളൂ. Which is statistics is the science which deals with COPAI. Statistics is the science which deals with the COPAI. Simple. Statistics is the science which deals with the COPAI. ഇയാൾ എന്ത് കോപ്പാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട. അത് കോപ്പയാണ്. Statistics is the science which deals with the C. എഴുതിക്കോളൂ, ടൈപ്പ് ചെയ്തോളൂ. Deals with the COPAI. എന്താണ് C? കളക്ഷൻ ഓഫ് ഡാറ്റ. ദത്തങ്ങളുടെ ശേഖരണം.
വിവരങ്ങൾ ശേഖരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദത്തങ്ങൾ പല രൂപത്തിലാണ് ശേഖരിക്കുന്നത്. നമ്മൾ ഒരു കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ പെട്ടിയിലെടുത്ത് ഇടുന്നത് പോലെ, ട്രോളിയിലെടുത്ത് ഇടുന്നത് പോലെ, സൂപ്പർ മാർക്കറ്റിൽ ഒരു ട്രോളിയിലെടുത്ത് ഇടുന്നത് പോലെ, കളക്ഷൻ ഒരു സഞ്ചിയിലെടുത്ത് ഇടുന്നത് പോലെ, നിങ്ങൾ പോക്കറ്റിലെടുത്ത് ഇടുന്നത് പോലെ, നിങ്ങൾ ബാഗിലെടുത്ത് ഇടുന്നത് പോലെ, കളക്ഷൻ 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 കളക്ഷൻ. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് കളക്ഷൻ ഓഫ് ഡാറ്റ. വിവരങ്ങളുടെ ദത്തങ്ങളുടെ ശേഖരമാണ് കളക്ഷൻ ഓഫ് ഡാറ്റ. പിന്നെ അവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഒരു മാളിൽ പോയിട്ടോ വീട്ടിലെത്തിയതിനു ശേഷമോ നിങ്ങൾ അത് എന്ത് ചെയ്യുന്നു? ഓർഗനൈസ് ചെയ്യുന്നു. കളക്ട് ചെയ്തപ്പോൾ എല്ലാം കൂടിക്കുഴഞ്ഞിരുന്ന സാധനത്തിനെ ഓർഗനൈസ് ചെയ്യുന്നു. ഓർഗനൈസേഷൻ. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. Statistics is the science with deals with organization of data. Aba collection of data. C, organization of data. O, then presentation of data. എല്ലാം ഭംഗിയായ രൂപത്തിൽ പ്രസന്റ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് ടെക്സ്റ്റ് മെസ്സേജായി അവതരിപ്പിക്കുന്നു. ചിലരത് എങ്ങനെയാണ് പിക്ചറായി അവതരിപ്പിക്കുന്നു. ചിലരത് എങ്ങനെയാണ് ചാർട്ടായി അവതരിപ്പിക്കുന്നു. ചിലരതിനെങ്ങനെയാണ് ടേബിളായി അവതരിപ്പിക്കുന്നു. ചിലർ മേഘങ്ങളായി അവതരിപ്പിക്കുന്നു. അങ്ങനെ പല 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 രൂപത്തിൽ അവതരിപ്പിക്കുന്നു. ഓറലായി അവതരിപ്പിക്കുന്നു, സംഗീതമായി അവതരിപ്പിക്കുന്നു, ചിത്രമായി അവതരിപ്പിക്കുന്നു, ബുള്ളറ്റായി അവതരിപ്പിക്കുന്നു. ഇതെല്ലാം അവതരിപ്പിക്കുന്നതാണ് പ്രസന്റേഷൻ. മാപ്പായിട്ട് അവതരിപ്പിക്കുന്നത്, കാർട്ടോഗ്രാഫ്. ഓക്കെ, അങ്ങനെ പല രൂപത്തിൽ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് സി, കളക്ഷൻ ഓഫ് ഡാറ്റ. O, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. P, presentation of data. And analysis of data. അനലൈസ് ചെയ്യുകയാണ്, അപഗ്രഥിക്കുകയാണ്, കാരണസഹിതം അത് ഇങ്ങനെ കൂലങ്കുഷമായി ചിന്തിച്ച് അത് കാര്യങ്ങൾ കൃത്യമായി എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ്. ബൈ യൂസിങ് ഡിഫറെന്റ് ഫോർമുലാസ്. പലതരത്തിലുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട്, സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ചില സൂത്രങ്ങളും ചില വാക്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ അനാലിസിസ് നടത്തുന്നു. അപ്പോ ആദ്യം വിവരശേഖരണം, കളക്ഷൻ ഓഫ് ഡാറ്റ, പിന്നെ അത് ഓർഗനൈസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അതിനെ ചിട്ടപ്പെടുത്തുന്നു, പിന്നെ അതിനെ പ്രസന്റ് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, പിന്നെ അതിനെ അപഗ്രഥിക്കുന്നു, അനാലിസിസ് ഓഫ് ഡാറ്റ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. അവസാനം ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. ഏറ്റവും അവസാനം നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ പോക്കറ്റിൽ, നിങ്ങളുടെ തലച്ചോറിൽ ഇപ്പൊ എന്തിന്റെ? സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് കോപ്പൈ. സിമ്പിൾ. Statistics is copy. Statistics is the science which deals with the collection of data. അപ്പൊ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കോപ്പയും കൊണ്ടാണ് പോകുന്നത്. അത് മാത്രം ചിന്തിച്ചു വെച്ചു, ഒരു അബ്രിവേഷൻ മാത്രമാക്കി വെച്ചു. എന്നിട്ട് പരീക്ഷാ ഹാളിൽ വെച്ച് ഈ കഷണ്ടിക്കാരൻ, ഈ താടിക്കാരൻ പറഞ്ഞത് എന്താണ് എന്ന ഓർമ്മയിൽ നിങ്ങൾ അവിടെ വെച്ച് പ്രയോഗിക്കുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് കളക്ഷൻ. അപ്പൊ ആദ്യം ഒരു ബുള്ളറ്റ്, കളക്ഷൻ ഓഫ് ഡാറ്റ. അടുത്ത ബുള്ളറ്റ്, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, presentation of data, analysis of data and interpretation of data. Example. ഒരു പേജായി, വളരെ മനോഹരമായി ഒരു പേജായി, അങ്ങനെ ഒരു 3 പേജിലായി. ഇനി പ്രൈമറി ഡാറ്റയിലേക്ക് നമ്മൾ പോകാം. ഓക്കെ, വിച്ച് ഡീൽസ് വിത്ത് ദ കോപ്പൈ. ഉത്തരം വന്നു അഭിഷേക് ഉപേന്ദ്ര. ആക്ച്വലി ഉപേന്ദ്ര ഈസ് ഇൻ, ഐ തിങ്ക് ഹി ഈസ് നോട്ട് കേരളൈറ്റ്. Okay, he mentioned statistics is the science which deals with copy. You can write. താങ്കൾക്കും ഇത് ചെയ്യാം, പ്രയോഗിക്കാം. അപ്പൊ നമ്മൾ ഈ കോപ്പൈ പറഞ്ഞതിലൂടെ കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ഒരു എസ്ഐക്കും ഇത് തന്നെ മതി. കളക്ഷൻ ഓഫ് ഡാറ്റയിൽ എന്തൊക്കെ ഉപയോഗിക്കാം? പ്രൈമറി ഡാറ്റ കളക്ഷൻ, സെക്കൻഡറി ഡാറ്റ കളക്ഷൻ, ടെറിഷറി ഡാറ്റ കളക്ഷൻ. ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് ചെയ്യുക? ടേബിളർ മെത്തേഡിൽ ചെയ്യാം, ചാർട്ട് മെത്തേഡിൽ ചെയ്യാം, മാപ്പ് മെത്തേഡിൽ ചെയ്യാം, കാർട്ടോഗ്രാഫ് മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, പ്രസന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഡയഗ്രാം ആയിട്ട് ചെയ്യാം, ടേബിൾ ആയിട്ട് ചെയ്യാം, അറേ ആയി ചെയ്യാം, ഗ്രാഫായി ചെയ്യാം. ഓക്കെ, അതൊക്കെ അതിന്റെ പലതരത്തിലുള്ള മെത്തേഡ്. അതിന്റെ ഉള്ളിലേക്ക് പോയാൽ പിന്നെയും ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഗുപ്തയുടെ ബുക്കാണ് ഞാൻ ഈ പറയുന്നത്.
ഗുപ്ത ആൻഡ് ഗുപ്തയുടെ വലിയ ബുക്കാണ് ഞാൻ ഈ കൃത്യമായി താങ്കളുടെ അടുത്തേക്ക് ഈ കോപ്പൈ എന്നുള്ള അക്ഷരത്തിലൂടെ എസ്സേ വേണമെങ്കിൽ നിങ്ങൾ അതിനെ ഒന്നും കൂടി എലാബറേറ്റ് ചെയ്താൽ മതി. ദെൻ എന്താണ് അനാലിസിസ് ഓഫ് ഡാറ്റ? അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. അനാലിസിസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. ദാറ്റ് ഈസ് വിച്ച് ഡീൽസ് വിത്ത് സെന്റർ, ഓക്കെ, സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ, മെഷേഴ്സ് ഓഫ് correlation analysis, measures of regression analysis, measures of different distributions. Then bivariate data, multivariate data. ഇങ്ങനെ ബൈവേരിയേറ്റ് ഡാറ്റയും മൾട്ടിവേരിയേറ്റ് ഡാറ്റയും ഞാൻ ഇവിടെ പറഞ്ഞു. അവിടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ എന്താണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത്? കൃത്യമായി നമ്മൾ ഇവിടെ പറഞ്ഞു മീൻ, മീഡിയൻ, മോഡ്. ഹയറായി പഠിക്കുന്നവർക്ക് മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ വരുന്നതിന് മുമ്പേ ഈ മീനിൽ തന്നെ അരിത്തമെറ്റിക് മീൻ, ഹാർമോണിക് മീൻ, ഓക്കെ, അരിത്തമെറ്റിക് മീൻ ഉണ്ട്, ഹാർമോണിക് മീൻ ഉണ്ട്. അതും അവർക്ക് കൃത്യമായി അവിടെ മനസ്സിലായി. പിന്നീട് നമ്മൾ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് അതിൻ്റെ അകത്തേക്ക് പോകുന്നു. പിന്നെ കോറിലേഷൻ അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ്, ലീസ്റ്റ് സ്ക്വയർ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നു. പിന്നെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്നു. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ പല തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റുഡന്റ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്ട്രിബ്യൂഷന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി. ഇതൊക്കെ ഏതിലാണ്? അനാലിസിസ് ഓഫ് ഡാറ്റ. അവസാനം നമ്മൾ ഐയിലേക്ക് എത്തി, ഇന്റർപ്രിട്ടേഷനിലേക്ക് എത്തി. അതെ, ദാറ്റ് ഈസ് ദ കൺക്ലൂഷൻ, ഇന്റർപ്രിട്ടേഷൻ. യെസ്, ഈ വീഡിയോ പൂർണ്ണമാകുന്നതിന്റെ ഉള്ളിൽ ഞാൻ ഇത്ര പേർക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കും. എന്റെ പരീക്ഷ ഞാൻ എഴുതി പൂർത്തിയാക്കുമ്പോൾ എനിക്ക് 80% മാർക്ക് കിട്ടാനുള്ള തന്തുക്കൾ, ആവശ്യമായ ചേരുവകൾ ഞാൻ ആ പരീക്ഷാ പേപ്പറിൽ ഞാൻ കൃത്യമായി ഫുൾഫിൽ ചെയ്തിരിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണം? ആദ്യമേ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഐ വാണ്ട് ടു റിപ്പീറ്റ്, റിപ്പീറ്റ്, റിഹേഴ്സൽ. അങ്ങനെ റിഹേഴ്സൽ ചെയ്യുമ്പോഴാണ് അത് റീഇൻഫോഴ്സ് ആയി മാറുക, പ്രബലപ്പെടുക, നമ്മൾ ഉത്തരങ്ങളിലേക്ക് ഉറച്ചു നിൽക്കുക. അങ്ങനെ ഉറച്ച ഉത്തരങ്ങൾ പുഞ്ചിരിയോടുകൂടി പരീക്ഷാ ഹാളിൽ എഴുതി നമ്മളത് പ്രതിഫലിപ്പിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്യാൻ മറക്കരുത്, ബുള്ളറ്റ് കൊടുത്ത് എഴുതാൻ മറക്കരുത്, ചാർട്ടായും മാപ്പായും പട്ടികയായും എഴുതാൻ അത് മറക്കരുത്. നല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്, നിങ്ങൾ കൃത്യമായി വെട്ടിത്തിരുത്തലുകൾ ഒന്നും ചെയ്യാതിരിക്കുക. വെറുതെ ഇങ്ങനെ കറബറാന്ന് വെട്ടിത്തിരുത്തരുത്. അത് ഒരാളുടെ സ്വഭാവത്തെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഒരെണ്ണം വെട്ടണമെന്നുണ്ടോ? ഒറ്റ വെട്ട്, ഒറ്റ കീറ്, തീർന്നു. ഒരു പേജ് മൊത്തം നിങ്ങൾക്ക് വെട്ടണോ? ഒറ്റ കീറ്. അതിനെ വെട്ടി തലങ്ങും വിലങ്ങും എഴുതി നിങ്ങളുടെ സ്വഭാവത്തെ അതുപോലെ കാണിച്ചു വെക്കരുത്. ഉത്തരം എഴുതുമ്പോൾ തെറ്റ് സംഭവിച്ചാൽ ആ വാക്കിൽ അല്ലെങ്കിൽ ആ വാചകത്തിന് മീതെ ഒരൊറ്റ വര വരച്ച് വെട്ടുക. അതല്ലാതെ കൂടുതൽ വരച്ച് വെറുതെ വെട്ടിത്തിരുത്താൻ പോകരുത്. ഇത് ഉത്തരക്കടലാസിനെ ആകെ അലങ്കോലമാകും. മറ്റൊരു സുപ്രധാനമായ സംഗതികളെ ചിത്രങ്ങളും ചാർട്ടുകളും ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ബുള്ളറ്റുകളും കൂടി മനോഹരമായിട്ട് ചെയ്യുക. കൈയക്ഷരം ഒരേപോലെ. എനിക്ക് തന്നെ 3 തരം കൈയക്ഷരമാണ്. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചരിച്ചെഴുതും, ചിലപ്പോൾ ഇങ്ങനെ ചരിച്ചെഴുതും, ചിലപ്പോൾ ഒന്നിച്ചെഴുതും. കഴിയുന്നത്ര ഒരേ ലെവലിൽ എഴുതുക. ചരിച്ചാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അത് മുഴുവനും ചരിച്ചെഴുതുക. ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ അത് ഇങ്ങനെ തന്നെ എഴുതുക. നിങ്ങൾ ലംബമായിട്ടാണ് എഴുതുന്നതെങ്കിൽ ലംബമായിട്ട് തന്നെ എഴുതുക. ഓരോ വരിയിലും എത്ര വാക്കുകൾ വേണം, ഓരോ വാക്കിലും എത്ര അക്ഷരങ്ങൾ വേണം, ഇതൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആ പരീക്ഷാ ഹാളിൽ വെച്ചിട്ട് കൃത്യമായി 200 വാക്ക്, 100 വാക്ക്, 500 വാക്ക് എന്ന് എണ്ണി തിട്ടപ്പെടുത്തി സമയം കളയരുത്. ഇതൊക്കെ നേരത്തെ നമ്മൾ ചെയ്ത് ശീലിച്ചിരിക്കണം. പരമാവധി നല്ല കൈയക്ഷരത്തിൽ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. മോശം കൈയക്ഷരമാണെങ്കിൽ അത് നന്നാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ അടിയന്തരമായി നടത്തുക. ഉത്തരക്കടലാസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ രീതിയിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. ഈ എഴുതുമ്പോൾ നിർബന്ധമായും പേജ് നമ്പർ കൃത്യമായി കൊടുത്തു പോവുക. ഒരു ഷീറ്റ് വാങ്ങിച്ചു, ഉടൻ പേജ് നമ്പർ എഴുതി. അടുത്ത ഷീറ്റ് വാങ്ങിച്ചു, ഉടൻ പേജ് നമ്പർ എഴുതി. ഷീറ്റ് വാങ്ങിച്ചു, നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എഴുതി, കൃത്യമായി ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചു. കൃത്യമായ സന്ദർഭത്തിലെ മാർജിനിലെ ചോദ്യ പേപ്പർ
ചോദ്യ നമ്പറുകൾ കാണിക്കുക, സബ് നമ്പറുകൾ കൃത്യമായി കാണിക്കുക, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുക. എല്ലാം തന്നെ ഒരേ അസെൻഡിങ് ഓർഡറിൽ എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് അറിയാവുന്നത് ആദ്യമേ എഴുതുക. ഉത്തരം എഴുതുമ്പോൾ ചോദ്യ പേപ്പറിൽ നൽകിയിരിക്കുന്ന അതേ നമ്പർ തന്നെ ഉത്തരത്തിലും നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അയ്യോ, ഞാൻ ആ നമ്പർ മാറ്റിപ്പോയേ, ആര് തരും? ആരും തരില്ല. 0 മാർക്ക് കിട്ടും. നിങ്ങളുടെ ഈ ചെറിയ ചെറിയ അബദ്ധങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ PG ചെയ്യുന്ന ആളായിരിക്കും, മണ്ടത്തരം ചെയ്തിട്ടായിരിക്കും വന്നിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ചില നമ്പറുകളാണ് ഇത്തരത്തിലുള്ള നമ്പറുകൾ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുമ്പോൾ 2 എന്ന് എഴുതിയാൽ നിങ്ങളുടെ സംഖ്യ മാറിപ്പോയി, നിങ്ങളുടെ ജീവിതത്തിന്റെ തലവര തന്നെ മാറിപ്പോകും. അപ്പൊ ഉത്തരം എഴുതുമ്പോൾ ചോദ്യ പേപ്പറിൽ നൽകിയിരിക്കുന്ന അതേ നമ്പർ തന്നെ ഉത്തരത്തിലും നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനെല്ലാം ഏറ്റവും നിങ്ങൾ ഒരു പരീക്ഷ എഴുതുമ്പോൾ അതിന് ടൈം എങ്ങനെയാണ് അലോട്ട് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ കണക്കാക്കണം. എസ്എ ടൈപ്പ് ക്വസ്റ്റിന് പരമാവധി ഞാൻ 20 മിനിറ്റ്, 3 ക്വസ്റ്റ്യനാണ് എനിക്ക് എഴുതാനുള്ളത്. 3, 20, 60 മിനിറ്റ്, 1 മണിക്കൂറിൽ ഞാൻ എസ്എ എഴുതുന്നു. 5 പാരഗ്രാഫ് ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്. 5 പാരഗ്രാഫ് ക്വസ്റ്റ്യന് ഞാൻ 15 മിനിറ്റ് വെച്ച് അല്ലെങ്കിൽ 10 മിനിറ്റ് വെച്ച് ഞാൻ ഈ 5 എണ്ണം എഴുതും. 15 മിനിറ്റ് വെച്ച് ഞാൻ ഈ 5 എണ്ണം എഴുതും. 15, 15, 15, 45 മിനിറ്റില് ഞാൻ ഈ പറഞ്ഞ 5 എണ്ണവും എഴുതി തീർക്കും. 3 മിനിറ്റില് ഞാൻ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എഴുതും. അങ്ങനെ 15 മിനിറ്റിൽ ഞാൻ അതിന്റെ 5 എണ്ണത്തിന്റെയും ഉത്തരം എഴുതിയിരിക്കും. ചുരുക്കത്തിൽ 3 മണിക്കൂർ പേപ്പർ ഞാൻ 2.25 മണിക്കൂറിൽ എഴുതി തീർക്കും. ആദ്യമായി ബിരിയാണി വെക്കുന്ന ആൾ നല്ല കഷ്ടപ്പെടും. പക്ഷെ ബിരിയാണി നന്നായി വെക്കുന്ന വീട്ടമ്മ, ചായ നന്നായിട്ട് വെക്കുന്ന അമ്മ 3 മിനിറ്റ് കൊണ്ട് 4 മിനിറ്റ് കൊണ്ട് ചായ വെക്കും. പക്ഷെ നമ്മൾ ചായ വെക്കുമ്പോൾ വളരെ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ശീലിക്കുക, പരിശീലിക്കുക. പ്രാക്ടീസ് ഈസ് ദ ഓൺലി ദ ആൻസർ ടു ഗെറ്റ് എ ഹൈ സ്കോർ. നിങ്ങളാണ് അതിന്റെ തലവര മാറ്റേണ്ടത്. അപ്പൊ ഉത്തരം എഴുതുമ്പോൾ ചോദ്യ നമ്പർ കൃത്യമായി കൊടുക്കുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യത്തിനുള്ള സ്ഥലം വിടുക. ഒരു ചോദ്യം എഴുതി, ആ ഒരു ചോദ്യം കഴിഞ്ഞതിന് ശേഷം ഒരു 4 or 5 ലൈൻ എഴുതാനുള്ള ഗ്യാപ്പ് വിടുക. പ്രിയപ്പെട്ടവരെ, ഈ വർത്തമാനം പറയുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് താങ്കളോട് പറയാനുള്ളത് ഇഗ്നോ ഇപ്പോൾ നടത്തുന്ന പരീക്ഷകളിലെല്ലാം ഒരു ബുക്ക്ലെറ്റ് മാത്രമാണ് ആൻസർ എഴുതാൻ തരിക. ആ ബുക്ക്ലെറ്റിന്റെ അകത്ത് എല്ലാം എഴുതിയിരിക്കണം. അപ്പൊ അഡീഷണൽ പേപ്പർ തരികയേ ഇല്ല. അഡീഷണൽ പേപ്പർ അപ്പൊ നിങ്ങൾ ലാത്തി അടിച്ച് പോകരുത്. അപ്പൊ അളന്ന് തൂക്കി മുറിച്ച് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ. അപ്പൊ ഏകദേശം 30 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് ആണ് തരുന്നത് എങ്കിൽ 30 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് നേരത്തെ നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. 30 പേജ് 15 ഷീറ്റുള്ള ഒരു ബുക്ക്ലെറ്റ് പോലെ ഒന്ന് ആക്കി അതിലെ ഫ്രണ്ട് പേജ് പോലെ എല്ലാം നമ്മുടെ നോട്ട്സിലെ വീഡിയോസിലെ ലഭ്യമാണ്. അക്കാര്യങ്ങളെല്ലാം ലഭ്യമാണ്. അത് കൃത്യമായി നമ്മൾ വച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അങ്ങനെ നമ്മൾ ഭംഗിയായി അത് എഴുതി കൊണ്ടുപോകണം. അങ്ങനെ എഴുതി ശീലിക്കുമ്പോൾ അപ്പൊ വലതുഭാഗത്ത് മാർജിൻ ഇട്ടിട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്, ബുള്ളറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞത്, ഗ്രാഫ് വരയ്ക്കണം എന്ന് പറഞ്ഞത്, ഡയഗ്രാം വരയ്ക്കണം എന്ന് പറഞ്ഞത്, ഒരേപോലെ എഴുതണം എന്ന് പറഞ്ഞത്, നല്ല കൈയക്ഷരമാകണം എന്നൊക്കെ പറഞ്ഞത്, ഇതെല്ലാം ഞാൻ പിന്നെ ചെയ്യാം. എന്തായാലും 11 മാസം കഴിഞ്ഞു, ഇനി അടുത്ത കൊല്ലം ചെയ്യാം. എന്തായാലും 3 കൊല്ലം ഞാൻ ചെയ്തില്ല, ഇനി അടുത്ത കൊല്ലം ചെയ്യാം. എന്തായാലും ഈ ജന്മത്തിൽ ചെയ്തില്ല, ഇനി ഞാൻ അത് അങ്ങോട്ട് ഒഴിവാക്കാം. സൈക്കോളജിസ്റ്റുകൾ അടക്കം ഒഴിവാക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇടങ്ങേറുകൾ തരുന്നത് ഒന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ, ഒന്ന് നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ. ഏറ്റവും കൂടുതൽ ഇടങ്ങേറുകൾ തരുന്നത്, ഏറ്റവും ഇടങ്ങേറ് തരുന്നത് നിങ്ങളുടെ ഉത്തമ സുഹൃത്തുക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് എന്ന് പറഞ്ഞ് അറിയാത്ത കുറെ ബഡായി അങ്ങേര് പറഞ്ഞു തരും. നിങ്ങൾ അതും വിശ്വസിച്ചുകൊണ്ട് ഇരിക്കരുത് കേട്ടോ. യു ബിലീവ് യുവർ ബ്രെയിൻ. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ വിശ്വസിക്കുക. യു ബിലീവ് യുവർ ബ്രെയിൻ ആൻഡ് യുവർ ആക്ടിവിറ്റി. നിങ്ങളാണ് ചെയ്ത് ശീലിക്കേണ്ടത്, അല്ലാതെ നാട്ടുകാരല്ല ചെയ്ത് തരേണ്ടത്. അപ്പൊ നേരത്തെ ശീലിക്കുക. വേറെ ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നല്ല പണിക്കാരന് നല്ല പണി കിട്ടിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഉത്തരത്തിലെല്ലാം പണി എന്നുള്ള ഒറ്റ
രണ്ടക്ഷരമുള്ള ഒരു വാക്ക്, പണി. നല്ല പണി കിട്ടിക്കൊണ്ടേയിരിക്കും. അർത്ഥം മാറി. നല്ല പണി കിട്ടും. അർത്ഥം മാറി. അപ്പൊ നിങ്ങൾക്ക് പണി വേണോ, എങ്ങനത്തെ പണിയായിരിക്കണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സോ നല്ല രീതിയിൽ നമ്മളുടെ വർത്തമാനങ്ങൾ, നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, നല്ല രീതിയിൽ നമ്മുടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ആവശ്യത്തിന് സ്ഥലം വിടണം. അപ്പൊ ആവശ്യത്തിന് സ്ഥലം വിടണം എന്ന് പറയുമ്പോൾ നേരത്തെ പ്രാക്ടീസ് ചെയ്യുന്ന 30 പേജുള്ള 40 പേജുള്ള ആ വർക്ക് ബുക്കിൽ നേരത്തെ ചെയ്ത് ശീലിച്ചിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്യാൻ. ഓരോ ചോദ്യ ഉത്തരത്തിലും ഉത്തരങ്ങൾ എഴുതിയിട്ട് 4-5 ലൈന് വിടണം. കാരണം മൂന്നാമത്തത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത് ചെയ്തതിന്റെ ചിലപ്പോൾ എന്തെങ്കിലും തലയിൽ കയറി വരും. ആ പോയിന്റ് ഞാൻ വിട്ടുപോയി, അയ്യോ. അപ്പൊ അത് നേരത്തെ ആ പേജ് മറിച്ചു, അതവിടെ എഴുതി വെച്ചു. ഈ സ്ഥലം വിട്ടില്ല എങ്കിലോ പിന്നിൽ നോക്കുക, PTO പ്ലീസ് ടേൺ ഓവർ അല്ലെ, അല്ലെങ്കിൽ പേജ് ടേൺ ഓവർ, പേജ് മറിച്ച് നോക്കുക എന്നൊക്കെ നമ്മൾ എഴുതി വെക്കാൻ പറ്റും. 12ാമത്തെ പേജിലെ 3ാമത്തെ ലൈനിൽ ഞാൻ ബാക്കി എഴുതി വെച്ചിരിക്കുന്നു എന്നവിടെ എഴുതി വെക്കാൻ പറ്റുമോ? ഉത്തരക്കടലാസ് നോക്കുന്ന ആൾക്ക് ചിരിക്കാൻ ഒരുപാട് വകുപ്പുകൾ ഉണ്ടാകും. വാക്കുകൾക്കിടയിൽ ആവശ്യത്തിന് സ്ഥലം വിടണം. എന്നാൽ സ്ഥലം കൂടിപ്പോകാതെയും പ്രത്യേകം നോക്കണം. 100 കണക്കിന് ഉത്തരക്കടലാസുകൾ പരിശോധിക്കുന്നതിന്റെ കൂട്ടത്തിലായിരിക്കും നിങ്ങളുടെ ഉത്തരക്കടലാസ് അധ്യാപകർ പരിശോധിക്കുന്നത്. അതിനാൽ വൃത്തിയായി അവർക്ക് വായിച്ചെടുക്കാൻ പാകത്തിന് ഉത്തരങ്ങൾ എഴുതി ഫലിപ്പിക്കുക. അങ്ങനെ മനോഹരമായ ഉത്തരങ്ങൾ എഴുതുക മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സംഗതികൾ. I can say in English for my beloved learners how to get centum in exams. As the IGNO exam 2023 are knocking on the door, appearing students are all gearing up their preparations to get good grades in their IGNO examinations. And why not? Board exams act as a turning point for candidates toward their professional career. The marks obtained in the exams are the foundation for selecting the prepared stream they want to specialize in. All help them choose a preferred college for further studies in the chosen stream. But cracking the exams with good marks requires a dedicated study plan and effective time management. No wonder students start feeling anxious and often seek tips to get centum in all subjects. My dears, in this video, we will discuss a few tips and tricks that will help you score centum or 100% in all subjects. Keep regarding to know more. Strategies you should follow to score 100% in exams. Listen, my dear learners, the dates for exams 2023 December have been announced. Every student asks the same question: how to get 100 marks in exams, how to get high score in exams. To score 100% in the exams, students need to work smartly and are advised to follow the best tips while preparing for their exams. In-depth knowledge of concepts and frequent revision should be prioritized. I am giving some basic tips to you. Number 1, an effective study plan to keep track of time. You may have heard, if you don't value time, time wouldn't value you. Okay. The proverb fits best in your academic life, especially when the board exams are near, the university exams are near. You must start taking care of your time by maintaining a practical and steady study timetable. Write down all the important chapters or subjects you must cover along with an imposed deadline. This is
one of the best send-them tips for exam students, as it will help you stick to your goals, track your overall time, and enable you to cover the syllabus on time. You will procrastinate less and master tricky subjects. Don't be procrastinate. Then my second point. My dear learners, focus on exercising books. To study smart for your IGNOU or any board exams, you must pick the best material to help you get up your learning. In this occasion, I proudly introducing Center for Behavioral Science, giving you the best Labor India model reference material. If you want the Labor India model reference material, please make a WhatsApp message to 7012461727 number. You just make the WhatsApp. Our team, the entire team of Center for Behavioral Science will lead you, will help you. For a sharp and a concept-based study, students are advised to get their hands on books, especially this Labor India model reference material. Although you can refer to additional reference materials also beyond IGNOU book. Books are the most recommended to build a strong grasp of concept. Especially the Labor India model books from Center for Behavioral Science, which is a very beneficiary one, you just understand. Whenever you read a new chapter or topic, practice all related examples, diagrams, flowcharts, and graphs, formulae, etc. Every chapter comes with its exercises at the end. So in our study material, in our Labor India model study material, reference material, solve each of them and revise them daily. It will help you boost your understanding level and clear all your doubts. My point number 3, my dear learners, list out important notes and queries. Developing a habit of building notes of key informations and queries every time you read is the answer if you are seeking how to score 100% in your class. When you note down important pointers like formulae, equations, dates, facts, or people's names in a separate notebook or a flowchart or different color book, it can solve, it can save you loads of time revising things during exams, as well as help you memorize the studies for long. You can also point out doubts, queries while making notes to ask teachers, academic counselors further. Writing notes trains your brain to process information more effectively than mugging up lessons. You know the meaning of mugging up. Okay, you can also use flashcards or maintain a pocket diary to keep important notes handy so that you can revise them anytime. My dear learners, our 4th point, understand concepts instead of cramming. Several students spend hours mugging up their chapters or use different tricks to memorize the important points like formulas for physics, maths, MBA, MCA programs, but soon they forgot. The reason is cramming things without going through the concepts. Until you don't know what a particular chapter is all about or the essence of information, you wouldn't be able to grasp those things in the long term. This way, you may
need help to answer or solve a particular problem-based question in different formats. Therefore, focusing on understanding the concepts is vital and is one of the best tips for getting centum in all subjects, is one of the best tips for getting it centum. You can do it successfully. You can apply related formulas to a related question irrespective of their difficulty levels. Try to solve as many sample papers and mock tests as possible, as it is one of the best ways to evaluate your overall learning. You can get an idea for your strength and weakness and look for more practice to overcome them. Not only this, but taking mock tests can significantly improve your speed and accuracy. Why we are studying mathematics? To get speed and accuracy. You can make a strong comment over the concept, which will ultimately boost your confidence. Plus, you can also clear doubts if you have any. Studying through sample papers is one of the best tips to get a centum in all subjects. At least you can make 3 mock tests for a single subject. It has more advantages as it gives you an idea of the exam pattern and the type of level of difficulty in questions. To score 100% marks in your IGNOU examination or your board examination, you cannot deny the importance of practicing sample and mock tests, please, my dears. This way, you can also master topics with more weightage to secure maximum marks in the exams. We can conclude, getting a 100% score in IGNOU exams is a taut nut to crack. But these tips mentioned above can help you, help you advance toward your goals. Just believe in yourself, stay positive, and stick to the timetable with frequent studies. Proper planning and strategies can surely carve your way further. All the best. In the next area, we can discuss for our Malayalam students to understand more easily in Malayalam. We can say something better. നമുക്ക് കുറച്ചും കൂടി നന്നായി സംസാരിക്കാം. പൊതുവെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷയിലെ പരാതികളുടെ പ്രവാഹമായിരുന്നു മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട്. ആ മൂല്യനിർണ്ണയ പ്രവാഹം ഒരുപാട് ഉണ്ടായത് നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറാൻ, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒഴിവായി കിട്ടാൻ ഏറ്റവും നല്ലതായാണ് ഇനി ചില വർത്തമാനങ്ങൾ ഞാൻ താങ്കളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ ഒരുപാട് വലുതായി എന്നുള്ള ഒരു തോന്നൽ താങ്കൾക്ക് ഉണ്ട് എങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് നമുക്ക് അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചെറിയ ബ്രേക്ക്. കാരണം ഇതിങ്ങനെ ലോങ് ആയി കേൾക്കുമ്പോൾ ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ചിലപ്പോൾ എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ഒരു തോന്നലുകൾ ഉണ്ടാകും. സോ നമുക്ക് മനോഹരമായ 10 സൈക്കോളജിക്കൽ ടിപ്സ് ഉടൻ തന്നെ നമുക്ക് സംസാരിക്കാം ഒരു ലൈറ്റ് ബ്രേക്കിന് ശേഷം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.